ഒരു മധുരകിനാവിൻ ലഹരിയിലെന്നും കൂടമുല്ല പൂവിരിഞ്ഞു അതിലായിരം ആശകളാലൊരു പൊന്മഴവേയും തേൻ വണ്ടു ഞാൻ അലരേ തേൻ വണ്ടു ഞാനും റഹ്മാൻ സാറും കൂടിയുള്ള ഫോട്ടോ ഇട്ടത് അത് കയറി അങ്ങ് വൈറലായി. നമുക്ക് വല്ല ആരെങ്കിലും വിളിക്കുവോ അങ്ങനെ വല്ലതും ചെയ്തോ ഈ ഫോട്ടോ കണ്ടിട്ട്? ഇല്ല, ആണ്. പക്ഷെ ഒരു തമ്പ് കിട്ടും, അത് അത്രയൊക്കെ കിട്ടും. ചിലപ്പോ ഇത് ഫ്യൂഷൻ ആയിരിക്കും, പിന്നെ വീണ്ടും ഡിസ്കോയിലേക്ക് വരുന്നൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു. ഈ കോസ്റ്റ്യൂംസ് ആർക്കാന്ന് ചോദിച്ചു. എനിക്കാണെന്ന് പറഞ്ഞു. ഞാൻ ഇതൊന്നും പറ്റില്ല, ഇതൊക്കെ വെച്ച് ഞാൻ ഇങ്ങനെ ഡാൻസ് ചെയ്യും. സാർ എന്താ കുഴപ്പം? എനിക്ക് ജീൻസ് ജാക്കറ്റ് ഒക്കെ വേണമെന്നാണ്. കലാമണ്ഡലം ബഹുമാൻ. അപ്പം പിന്നെ എല്ലാരും വന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് എന്റെ മുന്നിൽ ഞാൻ എന്തൊക്കെ ചെയ്തു. സാധാരണ നമ്മൾ അങ്ങോട്ടാണ് ചെയ്യുന്നത്. ബോഡി ബാത്റൂമിൽ എന്തോ കയറി എന്ന് പറഞ്ഞു. എന്തൊക്കെ എനിക്ക് ക്ലിയർ ആയിട്ടൊന്നും അറിഞ്ഞില്ല. റഹ്മാനിക്ക് എന്താ സംഭവം? ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ പിള്ളേരൊക്കെ ക്ലാസ് റൂമിലായിരിക്കും, ക്ലാസ് നടന്നുകൊണ്ടിരിക്കും. എന്തോ അന്ന് ഒരു ഇത് ബെല്ലടിച്ച് എല്ലാരും ഇങ്ങോട്ട് ഓടി പുറത്തേക്ക് വന്നു. അപ്പൊ പിന്നെ ഭയങ്കര പ്രശ്നമായി, എല്ലാരും ക്രൗഡഡ് ആയി. അന്നാണ് പുള്ളി താമസം ചെന്നൈയിലേക്ക് മാറ്റി. മറന്നുപോയി. ശരിക്കും മറന്നുപോയതല്ല. പിന്നെ എന്റെ അടുത്തപ്പോ പറഞ്ഞ് പറയല്ലേ ഒരുപാട് ഗിഫ്റ്റ് ഒക്കെ മേടിച്ചു തരുന്നുണ്ട്, എനിക്ക് സാരി മറ്റേ വളയും മറ്റതൊക്കെ മേടിച്ചു തരുന്നുണ്ട്. ഞാൻ ചെയ്ത സിനിമയിൽ ഞാൻ ചെറിയ ജൂനിയർ ആർട്ടിസ്റ്റിന്റെ വേഷം ചെയ്താണ് ഞാൻ കയറി വന്നത്. ഒരു 50 ലക്ഷം 1 കോടിയൊക്കെ നമുക്ക് കളക്ഷൻ വന്നിരുന്നെങ്കിൽ ഇതുവരെയായിട്ട് അത്രയും വന്നിട്ടില്ല. അതെ, പകുതി പണം കൊണ്ട് വീട് പണിയാം, ബാക്കി പകുതി പണം പലിശരഹിതമായി EMI സ്കീമിൽ 50 മാസം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. ബയത്ത് ഹോംസ് ഫോർ ബിൽഡേഴ്സ്, കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക. ഓണമേളം 2024ലേക്ക് മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ബൈറ്റ് ഹോംസ് ഫോർ പ്രസൻസ് ബി വിത്ത് രമ്യ ആഴങ്ങളിലേക്ക് ഒരു യാത്ര, സെലിബ്രേറ്റഡ് ബൈ ഹാർവിയോറ ഇൻ അസോസിയേഷൻ വിത്ത് മൈൽ സ്റ്റോൺ ഇവന്റ്സ്. ഹലോ, ഹാപ്പി ഓണം. അവിടെയാണ് സുഖം ഇതായിട്ടിരിക്കണേ. ഇതെന്താ സംഭവം എന്നറിയോ? ഈ റഹ്മാനിക്കനെ ഞാന് എന്റെ അമ്മയുടെ തോളിൽ കിടന്ന് ഞങ്ങളുടെ പാലയില് തിയേറ്ററിൽ പോണ സമയത്ത് ആ തിയേറ്ററില് അല്ല അതിന്റെ അല്ല, പക്ഷെ ഉണ്ടല്ലോ എനിക്ക് റഹ്മാനിക്കാന്ന് പറഞ്ഞ ഒരു ആ തിയേറ്ററിന്റെ വാൾപേപ്പർ സെറ്റ് ചെയ്ത പോലെ പൂമുഖപ്പടിയിൽ നിന്നെയും കാത്തിന്റെ 2 വാൾ ഫുൾ. അതെ, ഞാൻ വലുതായി എത്രയോ വരെ ആ തിയേറ്ററിൽ അത് മാറ്റിയിട്ടേ ഇല്ല. അപ്പൊ കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ ഞാൻ അങ്ങനെ കണ്ട് റഹ്മാനിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങ് മൂവീസ് എല്ലാം കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനങ്ങ് ഭയങ്കര ഫ്ലാറ്റായി. അതുകൊണ്ടാണ്. ഹാപ്പി ആണോ? ഇനി ബാക്കി എല്ലാവർക്കും ഉണ്ട്, ഒരാൾക്ക് മാത്രമല്ല. ലേഡീസ് ഫസ്റ്റ് എന്നുള്ളതാണ്, പക്ഷേ ഇത് സ്പെഷ്യൽ ഒരു ഇത്. അയ്യോ അത് വേണ്ട. ഓക്കെ യെസ്, വെൽക്കം. ഓക്കെ, അപ്പോ ഇനി നമുക്ക് നമ്മുടെ ബാഡ് ബോയ്സിലേക്ക് എത്താം. ഷീലുവിന്റെ അടുത്ത് തന്നെ ചോദിക്കട്ടെ. ഞാൻ ഷീലുവിന്റെ ഒരു ഇന്റർവ്യൂ ഈയിടെ എടുത്ത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അന്ന് ഞാൻ ചോദിച്ചു ശരിക്കും ഈ സിനിമയിൽ ആരൊക്കെയാണ് ബാഡ് ബോയ്സ് എന്ന്. അന്നേരം പറഞ്ഞു നിങ്ങൾ എല്ലാവരും ബാഡ് ബോയ്സ് ആണെന്ന് പറഞ്ഞിട്ട്, പക്ഷെ പറഞ്ഞു എന്നാലും എന്റെ ഭർത്താവും എന്റെ മോനെന്നുള്ള രീതിയിൽ സേഫ് ഗാർഡ് ചെയ്തു നിങ്ങളെ. ഇന്നിപ്പോ നമുക്ക് ഇവരെ ഇരുത്തിക്കൊണ്ട് തന്നെ ചോദിക്കാമല്ലോ, ഇതിൽ ആരാണ് കെട്ട പയ്യൻ? ഇതാണോ കെട്ട? അതെന്താ റഹ്മാനിക്കനെ തന്നെ പോയിന്റ് ഔട്ട് ചെയ്ത് പറയാൻ കാരണം? അത് സിനിമയിലെ ഏറ്റവും വലിയ ബാഡ് ബോയ് തന്നെയാണ്. ആണോ റഹ്മാനിക്ക? ശരിക്കും അതെനിക്കറിയാലോ, റിയൽ ലൈഫ് ബാഡ് ബോയ് അവിടെ ഉള്ളതുകൊണ്ടാണ് ബാക്കി ബാഡ് ബോയ്സ് പുറകിൽ ഇങ്ങനെ നിൽക്കുന്നത്. ആണോ? ഓക്കെ, അപ്പൊ റിയൽ ലൈഫിലെ ഇത്രയും നല്ലൊരു ജെന്റിൽമാൻ എനിക്കൊക്കെ അല്ലാതെ അറിയാം. നിലാണ്ടൻ പറഞ്ഞിട്ട് ഇവര് തമ്മിലുള്ള കണക്ഷൻ ത്രൂ എനിക്ക് നന്നായിട്ട് അറിയാം റഹ്മാനിക്ക എന്ന് പറയുന്ന ഒരാൾ എങ്ങനെയാണെന്ന്. അപ്പൊ ഇത്രയും ജെന്റിൽമാൻ ആയിട്ടുള്ള ഒരാളെ എങ്ങനെ സിനിമയിലേക്ക് കൊണ്ടുവന്നപ്പോൾ, എങ്ങനെ അത് കഥ കേട്ടപ്പോൾ ചീത്തക്കുട്ടിയായിട്ട് ചീത്തച്ചക്കനായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ബാഡ് ബോയ് ആക്കാം, എങ്ങനെയായിരുന്നു പ്രൊഡ്യൂസർ സൈഡിൽ നിങ്ങൾ സ്ക്രിപ്റ്റ് ചെയ്തപ്പോഴൊക്കെ? അത് ഓമറാണ്, അത് എന്താ പറയാ, റഹ്മാനിക്ക് അത് ചെയ്താൽ നന്നാവും. അപ്പൊ അദ്ദേഹം ചെയ്ത ക്യാരക്ടേഴ്സ് ഒക്കെ എപ്പോഴും ഭയങ്കര സൊഫിസ്റ്റിക്കേറ്റഡ് റോൾസ് ഒക്കെയാണ് ചെയ്ത് ഞാൻ കണ്ടിട്ടുള്ളത്. ചെറുപ്പത്തിലെ മാറ്റി നിർത്തിയ റൊമാൻറ്റിക് ഹീറോ ആയിരുന്നു അദ്ദേഹത്തിന്റെ യങ് കാലഘട്ടത്തിൽ. പിന്നീട് അങ്ങോട്ട് അദ്ദേഹം ചെയ്ത ക്യാരക്ടേഴ്സ് എല്ലാം ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ പോലീസ്, വക്കീൽ, അങ്ങനെയുള്ള ക്യാരക്ടേഴ്സിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പം ഇദ്ദേഹം ഒരു ഹ്യൂമർ ചെയ്യുമോ എന്നുള്ളൊരു ഇത് എന്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ അത് ഒമറാണ് പറഞ്ഞത് അദ്ദേഹം ചെയ്യും, അത് ചെയ്താൽ ഭയങ്കര വെറൈറ്റി ആയിരിക്കും, ഭയങ്കര രസമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇവൻ അദ്ദേഹത്തിന് പോലും അതൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. എനിക്ക് ഉറപ്പ് വന്നത് ഓഫ് കോഴ്സ് ഉമറാണ്. ഞാൻ ഈ കഥ കേട്ടപ്പോ തന്നെ ഒരുപാട് ചിരിച്ചു. അതായത് ഒരു ഓഡിയൻസ് എന്ന നിലയിൽ കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ചിരിയും ഇതൊക്കെ. ആൻഡ് പക്ഷെ ഇത് ഞാൻ തന്നെ ചെയ്യണമെന്ന് പറയുമ്പോൾ ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നു എനിക്ക്. കാരണം എനിക്ക് ഈ ക്യാരക്ടറുമായിട്ട് എങ്ങനെ
എന്റെ ഉള്ളിലൊരു കോമഡിയൻ ഉണ്ട്. അത് ഞാൻ വീട്ടിലും എന്റെ ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ ഉണ്ട്. കംഫർട്ട് സോണിൽ മാത്രം. ഞാനൊരു കോമഡിയൻ. ഈ ബാഡ് ബോയ്സിന്റെ ഷൂട്ടിംഗ് നടന്ന് ഇപ്പൊ വീട് പറഞ്ഞില്ലേ, ആ ഏട്ടുപുന്നയിലുള്ള അവിടെ തന്നെയല്ലേ ഭീഷ്മപർവത്തിന്റെ ഒക്കെ ഷൂട്ടിംഗ് നടന്നത് അല്ലേ? അവിടെ ഇപ്പൊ കുറെ ഇങ്ങനെ മൂവീസ് നടക്കുന്ന ഒരു വീട് തന്നെയാണ്. ഞാൻ വേറൊരു കാര്യം കേട്ടിട്ടുണ്ട്. ഞാൻ സെൻട്രൽ സാസ്റ്റിലാണ് പഠിച്ചത്. സെൻട്രൽ സാസ്റ്റില് റഹ്മാനിക്കയുടെ ഏതോ ഒരു മൂവിയുടെ ഷൂട്ട് ഉണ്ട് എന്ന് പറഞ്ഞപ്പോ അന്ന് അവർ ബാൻ ചെയ്തു STCയിൽ നിന്ന്. ഞാൻ ഇങ്ങനെ കേട്ടതാണ്. സീനിയേഴ്സ് നമ്മൾ കേട്ടിട്ട് കൊതിച്ചിട്ടുണ്ട്. പെണ്ണുങ്ങൾ ഓടിച്ചിട്ട് പിടിച്ചെന്ന് പറഞ്ഞു. അതല്ലേ ഓടി ബാത്റൂമിൽ എന്തോ കയറി എന്ന് പറഞ്ഞു. എന്തൊക്കെയൊക്കെ എനിക്ക് ക്ലിയർ ആയിട്ടൊന്നും അറിഞ്ഞില്ല. റഹ്മാനിക്ക് എന്താ സംഭവം? സത്യമാണോ അങ്ങനെ അല്ലേ? എനിക്ക് തോന്നുന്നു ഇത്ര അധികം ഫീമെയിൽ ഒരു ഫാൻ ഫോളോവേഴ്സ് ഒരു ഇതെന്ന് പറയണത് അത് നിങ്ങളുടെ കോളേജ് നല്ലതാണ് അല്ലേ? പിന്നെ റഹ്മാനിക്കോട് ആർക്കാണ് അങ്ങനത്തെ ഒരു ഞാൻ കോളേജിൽ പഠിച്ചപ്പോ 2002, 2003 അപ്പൊ ഇങ്ങനെ പഴയ ഇങ്ങനെ ഓരോരുത്തരും പറഞ്ഞു ഇങ്ങനെ കേട്ടതാണ്. നമ്മുടെ കോളേജിൽ ഇങ്ങനെ ഷൂട്ടിംഗ് നടക്കുമ്പോ ഇങ്ങനെ ബാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ റഹ്മാനിക്കൊക്കെ നമ്മളെപ്പോഴും ടോപ്പിക്കിൽ വരുമല്ലോ. അത് കാര്യം എന്താന്നൊന്ന് പറയാൻ പറ്റും ഇപ്പൊ? എന്താ ഞാൻ പേഴ്സണലായിട്ട് ചോദിച്ചിട്ടുണ്ട്, ഒന്ന് പറഞ്ഞേക്കാൻ തരും. ഇത് തന്നെയാണ് പ്രശ്നം. ആണോ ഇക്ക പറയൂ. അല്ല, അത് എന്റെ മിക്ക സിനിമകളും ഇവിടെ എറണാകുളത്ത് ഷൂട്ട് ചെയ്യുന്ന സിനിമകളൊക്കെ എന്റെ പ്രായത്തിനനുസരിച്ചുള്ള കഥാപാത്രങ്ങളായിരിക്കും ചെയ്യുന്നത്. ബൈക്കിൽ പോവാ, ശോഭന അല്ലെങ്കിൽ രോഹിണി ആരെങ്കിലും ഒക്കെ അവൾ കോളേജിൽ നിന്ന് പിക്കപ്പ് ചെയ്യാം. അപ്പൊ അന്നത്തെ ഒരു ഫേമസ് കോളേജാണ്. സോ അതിന്റെ അകത്തുള്ള ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ 4-5 പടങ്ങൾ ചെയ്യുമ്പോൾ ഒരു എത്തിക്ക് ഒരു 5ാമത്തെ പടങ്ങൾ ഷൂട്ടിന്റെ സമയത്ത് ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ പിള്ളേരൊക്കെ ക്ലാസ് റൂമിലായിരിക്കും, ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തോ അന്ന് ഒരു ഇത് ബെല്ലടിച്ച് എല്ലാരും ഇങ്ങോട്ട് ഓടി പുറത്തേക്ക് വന്നു. അപ്പൊ പിന്നെ ഭയങ്കര പ്രശ്നമായി, എല്ലാരും ക്രൗഡഡ് ആയി. അന്നാണ് പുള്ളി താമസം ചെന്നൈയിലേക്ക് മാറ്റിയത്. ഞാനത് ചോദിച്ചു അടുത്ത കണക്ട് ചെയ്യാൻ വരുമായിരുന്നു. അതുകൊണ്ടാണോ നിങ്ങൾ ചെന്നൈയിലേക്ക് പോയത്? പിന്നെ പല പടങ്ങൾക്കും ഷൂട്ടിങ്ങിന് പെർമിഷൻ കൊടുത്തില്ല. കണ്ടോ? അപ്പൊ ശരിക്കും ഇതാണോ റീസൺ? ഈ കൊച്ചിയിൽ എന്തുകൊണ്ട് വന്ന് താമസിക്കുന്നില്ല? ചെന്നൈ തന്നെ കുടുംബമായിട്ടിരിക്കുന്നത് ഇതുകൊണ്ട്. കോളേജ് പഠിക്കുമ്പോ അവിടെ പോയിട്ട് വയലു വെറുതെ നോക്കിയെങ്കിലും ആരും തിരിഞ്ഞു നോക്കാൻ. ഓക്കെ. അതുപോലെ വേറൊരു സംഭവം കൂടെ കേട്ടെന്ന് വെച്ചാൽ സെറ്റിൽ റഹ്മാനിക്ക് അഭിനയിക്കാൻ വന്നപ്പോൾ അവിടെ ചുരിദാർ റെഡിയാക്കി വെച്ചിരിക്കുകയായിരുന്നു ഒരു ഡാൻസ് സീക്വൻസസ് ഷൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സിനിമയുടെ. എന്നിട്ട് അത് റഹ്മാനിക്ക് അറിഞ്ഞില്ല. അത് ക്ലാസിക്കൽ ഡാൻസിന്റെ ഒരു സീക്വൻസ് ആയിരുന്നു അവിടെ ഷൂട്ട് ചെയ്യാൻ പോണത്. അങ്ങനെ തമിഴ് സിനിമയുടെ അല്ലേ? എന്നിട്ട് എന്തായിരുന്നു അത്? എന്നിട്ട് അത് എന്റെ 2ാമത്തെ സിനിമയായിരുന്നു. അത് ഞാന് ഫോണിലാണ് കേട്ട കഥ. അപ്പം ഇങ്ങനെ ഒരു ഡാൻസറാണ്, ഡാൻസ് സ്കൂൾ നടത്തുന്ന ഒരു ഡാൻസർ, അമലയാണ് ഹീറോയിൻ എന്നൊക്കെ പറഞ്ഞു. ഓക്കെ ശരി എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ കുട്ടി എന്നുള്ള ഒരു പെണ്ണുങ്ങളുടെ അടുത്തൊന്നും ഇഷ്ടമില്ലാത്തൊരു ക്യാരക്ടറാണ്. കാരണം മദർ വിട്ടുപോയി അച്ഛനെ. അപ്പൊ ആ ദേഷ്യത്തില് പെണ്ണുങ്ങളെ മൈൻഡ് ചെയ്യില്ല, പെണ്ണുങ്ങളെ കണ്ട ദേഷ്യമാണെന്നൊക്കെ പറഞ്ഞുള്ള ഒരു ക്യാരക്ടർ. അത് അഹങ്കാരം. സോ ഞാൻ വന്നു, പിന്നെ സെറ്റിൽ എത്തി. ഞാൻ ഒരു 4-5 ദിവസം ലേറ്റ് ആയിരുന്നു അവിടെ എത്താൻ നേരത്തെ. അപ്പം VGP വലിയ സെറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് അങ്ങനെ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ഈ അന്ന് പാട്ടിന്റെ ഒരു ഷോട്ട് എടുക്കുകയായിരുന്നു. അപ്പൊ പാട്ടിന്റെ ഷോട്ട് എടുക്കുമ്പോൾ ഒരു കർണാട്ടിക് മ്യൂസിക് ആയിരുന്നു അവർ തുടങ്ങിയത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് അപ്പൊ എനിക്ക് തമിഴ് അത്ര മോശമില്ല, ചിലപ്പോ ഇത് ഫ്യൂഷൻ ആയിരിക്കും, പിന്നെ വീണ്ടും ഡിസ്കോയിലേക്ക് വരുന്നൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ ഇത് കർണാട്ടിക് ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് സോങ്. പിന്നെ നോക്കുമ്പോൾ കോസ്റ്റ്യൂമേഴ്സ് 2 പേരും ഒരു ഇരുമ്പ് പൈപ്പില് കുറച്ച് കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇങ്ങനെ പോകുന്നു. ചുരിദാർ, നമ്മുടെ ചൈനീസ് സിൽക്കില്ലേ, തെലുങ്ക് കുർത്തയൊക്കെ ആയിട്ട്. സോ ഇതിങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് പണ്ടത്തെ സ്റ്റാർസ് ഒക്കെ ഇടുന്നതാണ്, ഈ സീനിയേഴ്സ് ഒക്കെ, ഈ ശിവാജി സാറൊക്കെ മീൻസ് ആ ഒരു തെലുങ്കെന്ന് ഉണ്ടാവില്ല, ചോപ്പും പച്ചക്കൾ ആ ടൈപ്പ്. ഞാൻ ചോദിച്ചു, എന്റെ ഫാദറായിട്ട് അഭിനയിക്കുന്ന ആ പടത്തിലെ ജയശങ്കർ സാറ്, പുള്ളി വന്നിട്ടുണ്ടോന്ന് ചോദിച്ചു. ഞാൻ ഇല്ല സാർ. അപ്പൊ ഈ കോസ്റ്റ്യൂംസ് ആർക്കാന്ന് ചോദിച്ചു. എനിക്കാണെന്ന് പറഞ്ഞു. ഞാൻ ഇതൊന്നും പറ്റില്ല, ഇതൊക്കെ വെച്ച് ഞാനിങ്ങനെ ഡാൻസ് ചെയ്യും. സാർ എന്തായാലും കുഴപ്പം? എനിക്ക് ജീൻസ് ജാക്കറ്റ് ഒക്കെ വേണമെന്നാണ്. സാർ തമാശ പറയുന്നത്. ഞാൻ എന്ത് തമാശ? അപ്പൊ എനിക്കാണെങ്കിൽ അവർ പറഞ്ഞ് മനസ്സിലാക്കാനും വേണ്ടി, കാരണം അവർ തമിഴിലാണ്, ഞാൻ മലയാളത്തിൽ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താണ് സംഭവം. എന്നിട്ട് അവസാനം എന്തൊക്കെയോ പറഞ്ഞ് എന്നെ മേക്കപ്പ് റൂമിൽ കൊണ്ടുവരുത്തി, മേക്കപ്പ് ഒക്കെ ഇട്ട് ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഞാനിപ്പോ എവിടെ വന്ന് പെട്ടു. അങ്ങനെയായിരുന്നു എന്റെ സ്ഥിതി. പിന്നെ ഈ കുർത്തയൊക്കെ ഇട്ടിട്ട് ഞാൻ പോകുമ്പോണ്ട് ആ സെറ്റില് ഒരു 100ഓളം ഡാൻസേഴ്സ്, ഒരു 50-60 പേര് എനിക്കറിയാം. കാരണം സ്ഥിരം ഈ സിനിമാറ്റിക് ഡാൻസേഴ്സ് ആണ്. ബാക്കി 50 പേരുണ്ട് ക്യാമറയുടെ അടുത്ത് നിൽക്കുന്നത്. അവർക്ക് ഭയങ്കര രസമുണ്ട്, എല്ലാം നല്ല രസമുണ്ട് കാണാൻ. എല്ലാരും ഹീറോയിൻസ് പോലെ. ഞാൻ അവിടെ ചെന്നപ്പം അവരൊക്കെ കലാക്ഷേത്ര സ്റ്റുഡൻസാ. പിന്നീട് ഞാൻ അറിഞ്ഞ ഞാനൊരു ഭരതനാട്യം ഗുരുവാണ്. കലാമണ്ഡലം റഹ്മാൻ എന്ന് പറഞ്ഞാൽ കലാമണ്ഡലം റഹ്മാൻ
അപ്പം പിന്നെ എല്ലാരും വന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് എന്റെ മുന്നിൽ പിന്നെ ഞാൻ എന്ത് ഇതൊക്കെ ചെയ്യുന്നത് സാധാരണ നമ്മൾ അങ്ങോട്ടാണ് ചെയ്യുന്നത് എല്ലാരും ഇതൊക്കെ ചെയ്യുന്നത് നമസ്കാരമൊക്കെ അപ്പൊ എന്റെ ആദ്യത്തെ സിനിമയില് ഷാനിന്റെ കൂടെ ഞാൻ എന്തോ സ്റ്റെപ്പ് ചെയ്ത് ആ സിനിമ ഹിറ്റായി എല്ലാരും വിചാരിച്ചു ഞാൻ മറ്റേ ഗോപി കൃഷ്ണയുടെ എന്തോ സന്ധ്യതയാണ് കേരളത്തിൽ നിന്ന് എന്റെ വലിയ ഭരതനാട്യം ഡാൻസർ എന്നൊക്കെയാണ് അവിടെ വിചാരിച്ചത്. പിന്നെ അങ്ങ് ഡാൻസ് പഠിച്ചിട്ട് ചെയ്തു. ഫസ്റ്റ് ഷോട്ടിന്റെ ഡാൻസ് അപ്പം 3 മാസ്റ്റർ ഉണ്ട്, ശ്യാമല മാസ്റ്റർ, ജീവ, പോൾ റോജ്. ഇവരൊക്കെ എല്ലാരും എനിക്ക് വന്നിട്ട് എന്നെ നമസ്കരിക്കുന്നു. ഞാൻ എനിക്ക് ഒന്ന് ലാംഗ്വേജ് ഇഷ്യൂ, പിന്നെ അമ്മല വലിയ ഡാൻസറാണ്, കലാക്ഷേത്ര, അവളും വന്നിട്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ ഇങ്ങനെയൊക്കെ നോക്കുന്നുണ്ട്, എനിക്ക് ആരുമില്ല പറയാൻ, ആരുടെ ഞാൻ എന്താ എനിക്ക് അറിഞ്ഞൂടാന്ന്. അവസാനം ശ്യാമല ഇവര് എനിക്ക് സ്റ്റെപ്പ് ദൂരത്ത് കാണിച്ചിട്ട് എല്ലാരെയും പഠിപ്പിക്കുന്നുണ്ട് സ്റ്റെപ്പ്, അതൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ ആണോ സാർ, ഓക്കെ ആണോ സാർ എന്ന് കരുതുന്നു. ഞാൻ എനിക്ക് എന്താ പറയാ, എന്നിട്ട് ഞാൻ മറ്റേ ആ ശ്യാമല മിസ്സിനെ വിളിച്ചിട്ട് അപ്പൊ പറഞ്ഞു മലയാളിയാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മിസ് ഇതൊന്നും എനിക്ക് അറിഞ്ഞൂടെ സാർ, തമാശ പറയില്ല, തമാശ എല്ലാരും എന്നെ തമാശ. ഞാൻ ഇവര് തന്നെ പറയാം. അപ്പൊ ഞാൻ സത്യമായിട്ട് എനിക്കിത് അറിയില്ല, ഈ ഡാൻസ് ഫോം എനിക്ക് അറിയില്ല എന്ന്. കാരണം ഒരു ഗുരുവാണ്, വെറുതെ ചെറിയ ബിറ്റാണെങ്കിൽ നമുക്ക് ചെയ്തിട്ട് പോവാം. ഇത് വലിയ ഇത്രയും 100 പേരുണ്ട് അതിന്റെ മുന്നിൽ ഞാൻ ഒരു മാസ്റ്റർ പോലെ. പിന്നെ അതൊക്കെ പഠിച്ചു വരണ്ടേ ഈ സാധനങ്ങളൊക്കെ, അതൊക്കെ അത്ര എളുപ്പമുള്ള കാര്യമില്ല. പിന്നെ അന്ന് അവര് വരെ ഒരു ക്ലോസപ്പ് എടുത്ത്, അന്നത്തെ ഫസ്റ്റ് ഡേ, അന്ന് അത്രയും പ്രസ്സും ഉണ്ടായിരുന്നു എല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട്. ഞാൻ ആദ്യത്തെ പടം വിജയിച്ചിരിക്കല്ലേ, പിന്നെ എവറി നൈറ്റ് ഞാൻ പോയിട്ട് അത് റിഹേഴ്സൽ ചെയ്ത് അവിടെ തന്നെ റൂം എടുത്ത് ഷോട്ടിന് വേണ്ടിയുള്ള സ്റ്റെപ്സ് മാത്രം പഠിച്ച് ഞാൻ അതില് അത് ചെയ്തു. ആ പടം വിജയിച്ച് അത് തമാശ അതല്ല. പിന്നെ തമിഴ്നാട്ടിൽ എവിടെ ഈ ഭരതനാട്യം ഇറങ്ങിയിട്ടുണ്ടാവും എന്നെ വിളിക്കും ചീഫ് ഗസ്റ്റ് ആയിട്ട്. ഹാഷിന് വരും, എന്നെ വിളിക്കും, ഞാൻ പോകും. അല്ല, സാധാരണ ശിഷ്യനായിട്ടാണ് ശിഷ്യത്വം സ്വീകരിച്ചാണ് ഗുരുവാകുന്നത്. ഇത് ഗുരുവായിട്ടാണ് ശിഷ്യനാവുന്നത്. ഇതിനകത്ത് ഈ ഡാൻസ് സീക്വൻസിൽ ഭരതനാട്യം ഡാൻസർ അല്ലേ, പഠിച്ചിട്ടുണ്ട് അല്ലേ ഷീലു? ഓക്കെ. നമ്മുടെ ഈ ബാഡ് ബോയ്സിനകത്തും ഇപ്പൊ ഒരു പാട്ടിൽ ഇപ്പൊ റിലീസ് ആയിരിക്കുന്നത്, ഓണത്തിന് നമുക്കിപ്പോ വന്നിരിക്കുന്ന ഒരു മാപ്പിള ആ ഒരു സ്റ്റൈലിലുള്ള പാട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷെ അതിനകത്ത് റഹ്മാനിക്ക് ചെറുതായിട്ടുള്ള ഡാൻസ് മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെയാണ് അതിനകത്തുള്ളൂ. ശരിക്കും അതല്ലാതെ വേറെ ഇക്കടയും ഇവരുടെ ഒക്കെ ഡാൻസ് മൂവ്മെന്റ് ആയിട്ട് അങ്ങനെ പനിയായിട്ട് ഈ എന്റെ കൂടെ വരയ്ക്കുന്ന മറ്റുള്ള ബാഡ് ബോയ്സ് അല്ലേ, ഇവരാരൊക്കെ എന്തൊക്കെയോ കലക്കി തന്നെ എനിക്ക് പനി പിടിച്ചിട്ട് എന്നെ സൈഡിലാക്കിയിട്ട് അമ്മ കയറി ഡാൻസ് ചെയ്തു. അതാണ് അതിന്റെ സത്യം. ഈ സെന്റൽ ബിബിൻ ആണോ? ഇതിനകത്ത് ഈ മൂവിയുടെ ലൊക്കേഷൻ റഹ്മാനിക്ക് ഇട്ട പോസ്റ്ററാണ്, അത് നിങ്ങൾ അവിടുന്ന് പ്രൊമോഷന് വേണ്ടിട്ട് ഇട്ടതാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ടത് അതിനകത്ത് ഒരു ബ്ലാക്ക് കണ്ണടയൊക്കെ ഇട്ടിട്ട് തന്നെ ഒരു ടർബോയില് നമ്മുടെ മമ്മൂക്കയുടെ ടിനിച്ചാണോ? ഞാനും റഹ്മാൻ സാറും കൂടിയുള്ള ഫോട്ടോ ഇട്ടത്, അത് കയറി അങ്ങ് വൈറലായി. ഭയങ്കരമായിട്ട് നിങ്ങൾ വൈറലായി സോഷ്യൽ മീഡിയയിൽ. ഭയങ്കര കട്ട ലുക്ക്. നല്ല പ്രൊഫഷണൽ ആയിട്ട് എടുത്തതൊന്നുമല്ല, എന്റെ മൊബൈലിൽ വെറുതെ എടുത്തതാണ്. മൊബൈലിന്റെ ക്വാളിറ്റി ആണോ? അല്ല, എടുത്ത ആളുടെ ക്വാളിറ്റി. അജ്മൽ ഫോട്ടോഗ്രാഫർ ക്വാളിറ്റി അല്ല. അല്ല, അതങ്ങ് കയറി വൈറലായിട്ട് പലരുടെയും തലയൊക്കെ വെച്ചിട്ട് പിന്നെ ഇറങ്ങാൻ തുടങ്ങി. അത് തന്നെ കട്ട് ചെയ്തിട്ട് മമ്മൂക്കയുടെ ലാലേട്ടന്റെ ആക്കി മാറ്റി, എന്റെയും റഹ്മാൻ സാറിനെയും കട്ട് ചെയ്തിട്ട് അങ്ങനെയൊക്കെ മാറ്റി. അങ്ങനെ അത് ഭയങ്കരമായിട്ട് വൈറലായിരുന്നു ഫോട്ടോ കാര്യങ്ങളൊക്കെ. എന്തെങ്കിലും വൈറലാവുമല്ലോ, അതറിയില്ലേ? അതെ, അതൊന്നും അറിയാലോ. ടിൻഷന്റെ ഒരു ടച്ച് വരുമ്പോഴത്തേക്ക് ആ ഒരു സ്റ്റൈൽ വരുവാന്നാണല്ലോ അല്ലെ? അതിന്റെ ഇത് കണ്ടിട്ട് നമുക്ക് വല്ല ആരെങ്കിലും വിളിക്കുവോ അങ്ങനെ വല്ലതും ചെയ്തോ ഈ ഫോട്ടോ കണ്ടിട്ട്? ഇല്ല. ഓക്കെ, ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആണ് ഒരു തമ്പ് കിട്ടും, അത് അത്രയൊക്കെ കിട്ടും. അത് തന്നെ ധാരാളം. പിന്നെന്താ, തംസപ്പല്ലേ വന്നത്. ഓക്കെ ഷീലു, ഞാൻ നിങ്ങൾ പ്രൊഡ്യൂസേഴ്സിന്റെ അടുത്തൊരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ മൂവിയും ഇപ്പോ റിലീസ് ആവണോ, അല്ലെങ്കിൽ ടീസറും ട്രെയിലറൊക്കെ റിലീസ് ആവണ സമയത്തുമൊക്കെ മില്യൺ വ്യൂസ് അങ്ങനെ കുറെ കാര്യങ്ങൾ അതിൽ 1ഉം 2ഉം 3 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. ചിലപ്പോൾ ഞാനിങ്ങനെ കേൾക്കുന്നു അതൊക്കെ എന്താണ് ഫേക്ക് ആണ്, ജെനുവിൻ ആയിട്ട് അത്രയും അല്ല, ഇത് ചുമ്മാ ഒരു മാർക്കറ്റിംഗ് സൈഡിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് ചെയ്യുന്നതാണ് എന്നുള്ളത്. ആക്ച്വലി ഇതിന്റെ പിന്നിലുള്ള ഫാക്ട് എന്താ? നിങ്ങൾ രണ്ടുപേരും പ്രൊഡ്യൂസേഴ്സ് ആണല്ലോ, അതുകൊണ്ട് തന്നെ ചോദിക്കുക. അതിനെപ്പറ്റി ഞാനും കേട്ടിട്ടുണ്ട് അങ്ങനെ. ഇനിയിപ്പം എന്റെ പാർട്ണറെ തോമസ് ചേട്ടൻ അത് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് ഞാൻ അങ്ങനത്തെ ഇത് ചെയ്തിട്ടുമില്ല. നമ്മളുടെ ഡിസ്കഷനിൽ അതൊന്നും വന്നിട്ടുമില്ല. ഓക്കെ. അതേപോലെ തന്നെ ഇപ്പൊ സിനിമയുടെ ഇത് പറയുമ്പോഴും റിലീസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴും കളക്ഷൻ ഇത് പറയുമ്പോഴും 20 നമ്മളിപ്പോ തന്നെ കണ്ടതാണ് ജെന്യുവൻ ആയിട്ട് എന്തായിരുന്നു, എന്നിട്ട് പറയുമ്പോൾ 100 crores എത്തി. അതിന്റെ ഒരു കാര്യം ഞാൻ പറയട്ടെ, അതും പണി കിട്ടിയ നിർമ്മാതാക്കളുണ്ട്. അതെ, ചുമ്മാ തള്ളി 50 കോടി 100 കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഇൻകം ടാക്സ് വീട്ടിൽ വന്നു. അതോടുകൂടി വന്നു കഴിഞ്ഞപ്പോ ഒന്നുമില്ല.
അവസാനം ഇപ്പൊ എന്ത് പറ്റി, പണി കിട്ടിയിട്ട് അവസാനം അവരെ ബോധിപ്പിക്കേണ്ടി വന്നു, ഞങ്ങൾ നുണ പറഞ്ഞാണ്, ഞങ്ങൾക്ക് ആകെ ഇത്ര കിട്ടിയിട്ടുള്ളൂ, ഞങ്ങൾക്ക് ആക്ച്വലി ലോസ് ആണെന്നൊക്കെ പറഞ്ഞു. സൈജു അതുകൊണ്ടാണ് ഇങ്ങനെ ഒതുങ്ങി നിൽക്കണമെന്ന് ക്ലബിന്റെ കാര്യം ഒന്ന് ഞാൻ പറയാം. തയ്യാറായിരുന്നു 50 കോടി കളക്ട് ചെയ്തിട്ട് പറയാൻ തയ്യാറായിരുന്നു. നമ്മളെല്ലാം എന്താണ് വൈറ്റ് ആണ്, പക്ഷെ അങ്ങനെ ഒരു സംഭവം സംഭവിച്ചില്ല. അതാണ് നമ്മുടെ വിഷമം. മനസ്സിലായില്ലേ? ഒരു 50 ലക്ഷം 1 കോടിയൊക്കെ നമുക്ക് കളക്ഷൻ വന്നിരുന്നെങ്കിൽ ഇതുവരെയായിട്ട് അത്രയും വന്നിട്ടില്ല. അതുകൊണ്ടാണ് നമ്മുടെ സങ്കടം. ശരിക്കും ആണുങ്ങൾ ഉൾപ്പെടെ പറയും എന്തെന്നൊക്കെ പറഞ്ഞാൽ റഹ്മാൻ ഇപ്പൊ എങ്ങനെയാ ഈ സൗന്ദര്യം അല്ലെങ്കിൽ സ്റ്റിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എങ്ങനെയാ, ഹാൻസം ലുക്ക് ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? രഹസ്യം ചോദിച്ചിട്ടില്ല ടിൻചേട്ടനൊക്കെ? അത് നമുക്കൊരു 5-6 ദിവസം കൂടെ നടക്കുമ്പോൾ അറിയാം. അപ്പൊ എന്തൊക്കെ കഴിക്കുന്നു, എന്തൊക്കെ ചെയ്യുന്നു, ഇതൊക്കെ നോക്കിയിട്ടുണ്ടാവണം. കഴിപ്പല്ല ശരിക്കും, കഴിച്ചിട്ടോ ഇതൊന്നുമല്ല, നമ്മുടെ മനസ്സെന്ന് പറഞ്ഞൊരു സംഭവം. നമ്മളെപ്പോഴും ആരും ഉപദ്രവിക്കാണ്ട് വേദനിപ്പിക്കാണ്ട് അങ്ങനത്തെ ഒരു ലൈഫ് ഉണ്ടെങ്കിൽ നമുക്കൊരു ഓർമ്മ വരും അറിയാതെ ഒരാളെ. അപ്പൊ അത് എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതാണ്. നമ്മള് എന്റെ ഈറ്റിംഗ് ഒക്കെ ഭയങ്കര അൺഹെൽത്തിയാണ്. ഞാൻ കഴിക്കുന്ന എല്ലാ ബിരിയാണി, എല്ലാ പൊറോട്ട, ബീഫൊക്കെയാണ് വൈകുന്നേരം മേടിക്കുന്നത്. അത് വിശ്വസിക്കാൻ പറ്റത്തില്ല. മെയിൻറ്റെയിൻ ചെയ്യാതെ ഇങ്ങനെ ഇരിക്കണൂന്നൊക്കെ പറഞ്ഞാൽ കൊറേയൊക്കെ കാരണവന്മാരുടെ ഗുണമാണ്. അപ്പൊ പിന്നെ എക്സസൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പറഞ്ഞ പോലെ എവറിത്തിങ് ഇസ് യുവർ ഇൻ യുവർ ബ്യൂട്ടി. പക്ഷെ എന്നാലും അല്ലെ നമുക്കൊക്കെ കാണുമ്പോ എല്ലാവർക്കും, ഈവൻ പെണ്ണുങ്ങൾക്ക് തോന്നുമ്പോഴും അതുപോലെ തന്നെ ജെന്റ്സിനും തോന്നുന്നത് ഹൗ റഹ്മാനൊക്കെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണത് സംഭവം എന്നൊക്കെ ഉള്ളത്, അത് എല്ലാരും ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്, എല്ലാരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. നല്ല സ്കിൻ അല്ലേ? നല്ല സ്കിൻ ടോൺ ആണ്. എന്താ വേണ്ട, ഇങ്ങോട്ട് വരൂ റഹ്മാനിക്ക. ഒരു കുഴപ്പമില്ല. അത് അന്ന് മംഗ്ലീഷിന്റെ സമയത്ത് മനസ്സിലായി. അതെന്താ സംഭവം മനസ്സിലായില്ലല്ലോ, അതെന്താ പറയാ? അത് നേരത്തെ ഒരു ഇന്റർവ്യൂല് പറഞ്ഞാണ്. ഷീലു ഫസ്റ്റ് വരുന്നത് പൊട്ടി മോളിൽ നിന്ന് വന്ന് വീണ പ്രൊഡ്യൂസർ അല്ല, ശരിക്കും പറഞ്ഞ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വന്നത്. എന്നാൽ ആരാലും അറിയപ്പെടാതെ, അതായത് സലാം ബാപ്പുവിന്റെ മംഗ്ലീഷ് എന്ന് പറഞ്ഞ സിനിമയില് ഞാൻ മമ്മൂക്കയുടെ കൂടുള്ള ക്യാരക്ടർ അറിയാലോ, ബോസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ. അപ്പൊ അതില് ഞാൻ മരയ്ക്കാനാണ്. എന്റെ വൈഫായിട്ട് തന്നെ അപ്പൊ ഷീലു എന്ന് പറഞ്ഞ ഒരാളെന്ന് പറഞ്ഞു. വന്നു നോക്കിയപ്പോ ഭയങ്കര വെളുത്ത്, അതിൽ മദാമയാണ് ഹീറോയിൻ. അപ്പൊ വന്ന് നോക്കിയപ്പോ തന്നെ ഭയങ്കര ഗ്ലോവും ഭയങ്കര ഇതും. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്, അപ്പൊ കുറച്ചും കൂടി അപ്പോഴും കുറച്ചും കൂടി നല്ല യുവത്വം ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഷീലു എന്ന് പറഞ്ഞാൽ വന്നു കഴിഞ്ഞ് ഫ്രെയിം വെച്ച് കഴിയുമ്പോ ഇത് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൊ തന്നെ മേക്കപ്പ് മാൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഡള്ളാക്കാൻ പറഞ്ഞു. പുള്ളിക്കാരിക്ക് മനസ്സിലാവില്ല എന്നെ എന്തിനാ ഇങ്ങനെ ഡള്ളാക്കണത്. ഭയങ്കരമായിട്ട് ഒരു അപ്പൊ എല്ലാവർക്കും സിനിമയിൽ വരുമ്പോ ഇത്തിരി ഭംഗിയായിട്ട് കാണാനല്ലോ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു മറ്റൊന്നുമല്ല, ഫ്രെയിം വെക്കുമ്പോ മദാമേനെ ഹീറോയിൻ ആംസ്റ്റർഡാംകാരിയാണ്, ഇവിടെ തിളങ്ങിയിരിക്കണം, അത് ഇതിനെ ബാധിക്കും ആ ഒരു ഇതിന്. അപ്പൊ അതുകൊണ്ട് ഡള്ളി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഒരു അസിസ്റ്റന്റ് വന്നിട്ട് ഭയങ്കരമായിട്ട് ഡള്ളി ചെയ്യുന്നു, ഇവിടെയൊക്കെ ഈ ചുണ്ടൊക്കെ കറുപ്പിക്കുന്നു, ഇത് വെക്കുന്നു. അപ്പൊ എന്റെ അടുത്ത് പുള്ളിക്കാരി ചോദിച്ചൊരു സംശയമുണ്ട്. അപ്പൊ ഈ ചെമ്മീൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഷീല മരക്കാത്തിയായിരുന്നല്ലോ, നല്ല വെളുത്താണ് ഇരുന്നത്, പേര് പോലും കറുത്തമ്മയായിരുന്നു, എന്നിട്ട് എന്താ അത്ര വെളുത്തിരുന്നത്? പറഞ്ഞ അത് അങ്ങനത്തെ ഒരു തകഴിയുടെ ഒരു ഇതല്ലേ സങ്കല്പമാണ്. അപ്പൊ ഇത് സലാം ബാപ്പുവിന്റെ സങ്കല്പമാണ്, റിയാസ് എന്ന് പറഞ്ഞ റൈറ്ററിന്റെ സങ്കല്പമാണ്. അപ്പൊ അതങ്ങനെ പാടില്ല, അതുകൊണ്ടാണ്. അല്ലാണ്ട് അവര് മനഃപൂർവ്വം ചെയ്യുന്നതല്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇത് പുള്ളിക്കാരിക്ക് ഭയങ്കര ഫീൽ. അതായത് ഞാൻ പറഞ്ഞില്ല, അവർ പ്രൊഡ്യൂസർ ആയിട്ടല്ല വന്നേക്കണത്. പക്ഷെ അതിനുശേഷം ഈ ബുദ്ധിമുട്ടി, അതായത് കളർ കുറച്ചത് അവരുടെ കുറ്റം കൊണ്ടല്ല, അത് വേണമായിരുന്നു. ഞാൻ കുറെ കാലം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് കൂടെ അസിസ്റ്റന്റ് ആയിട്ട് നിൽക്കണം. കാരണം അത്രയും നമ്മളെ ഡള്ളാക്കിയ ഒരാളെ നമ്മുടെ അസിസ്റ്റന്റ് ആയിട്ട് നിർത്തി. അപ്പൊ ഞാൻ ഈ മേക്കപ്പ് ആർട്ടിസ്റ്റ് ചോദിച്ചു, മറന്നുപോയി. പുള്ളിക്കാരി ശരിക്കും മറന്നുപോയതല്ല. എന്റെ അടുത്തപ്പോ പറഞ്ഞ് പറയല്ലേ ഇനി ഒരുപാട് ഗിഫ്റ്റ് ഒക്കെ മേടിച്ചു തരുന്നുണ്ട്, എനിക്ക് സാരി മറ്റേ വളയും മറ്റതൊക്കെ മേടിച്ചു തരുന്നുണ്ട്. എന്നെ പറഞ്ഞു ഇതാ. പുള്ളിക്കാരിക്ക് അറിയായിരുന്നു, പുള്ളിക്കാരി അതൊരു സ്വീറ്റ് റിവെഞ്ച് ചെയ്തതായിരിക്കും. ആണോ ശരി? ഇപ്പൊ പറയൂ, സ്വീറ്റ് റിവെഞ്ച് ആയിരുന്നോ? എന്താ സംഭവം? അങ്ങനെയല്ല, ഞാൻ ആരോടും അങ്ങനെ ഒരു വിഷമമൊന്നും ഉള്ളിൽ വെക്കണ ആളല്ല. അല്ല, അത് ഇത്ര 100-150 മേക്കപ്പ് അസിസ്റ്റൻസിന്റെ ആയിട്ട് ഇവരെ മാത്രം എടുക്കാൻ എന്തായിരിക്കും കാരണം? അതിന് കാരണമുണ്ട്. പക്ഷെ ഞാൻ പറയണത് ഒന്നും ആടിനെടുത്ത് നമ്മളിങ്ങനെ തീറ്റിക്കില്ല. അല്ല, അപ്പൊ പക്ഷെ ഇതെന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമയില് നമ്മൾ ആരും ചെറുതായിട്ട് കാണരുത്. നാളെ ആരും ആവുന്നറിയില്ല. അന്ന് അതിലെ ഹീറോ ആയ മമ്മൂക്കൻ വെച്ച സിനിമ എടുത്ത പ്രൊഡ്യൂസറാണ്. പിന്നെ ഞാനിവിടെ ഇരിക്കുമ്പോൾ അത്ഭുതപ്പെടുകയാണ്. അന്ന് വന്നപ്പോ പിന്നെ ഷീ ടാക്സി എന്ന് പറഞ്ഞ പടം പ്രൊഡ്യൂസ് ചെയ്തു. അതാണ് ഫസ്റ്റ് ഞങ്ങളെ കൂടി ഉണ്ടായിരുന്നത്. അതിനുശേഷം പുത്തമ്പടം മമ്മൂക്കൻ വെച്ച്, സോളോ എന്ന് പറഞ്ഞ ദുൽഖറിനെ വെച്ച് 15ഓളം സിനിമകൾ ചെയ്ത് വന്നത്. പക്ഷെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടാണ്. അതൊരു എനിക്ക് തോന്നുന്നത് ഇപ്പൊ അറിയാൻ വേണ്ടിട്ടാണ്, സിനിമ എന്താണെന്ന് അറിയാൻ, മനസ്സിലാക്കാൻ. പക്ഷെ അന്ന് ആരും വിചാരിച്ചില്ല ഇങ്ങനെ പ്രൊഡ്യൂസർ ഇവിടുത്തെ ഫുൾ പുലിയായിരുന്നു എന്നുള്ളത്. ആക്ച്വലി ഒരു പടം ചെയ്തായിരുന്നു.
അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. വീപ്പിംഗ് ബോയ് ചെയ്തിട്ടാണ് അതെന്ത് ഇങ്ങനെ ഫണ്ടിങ് അങ്ങനെ എന്തൊരു ചെയ്തിട്ടുണ്ട്. ഫണ്ടിങ് അല്ല, നമ്മുടെ പ്രൊഡക്ഷൻ സ്വന്തം പടം അത് പക്ഷെ അത് ഇതായില്ല എന്നുള്ളതേ ഉള്ളൂ. പ്രൊഡക്ഷൻ സൈഡിൽ ഭയങ്കര ഇതായി മൊത്തം പോയി, ഫുൾ പോയി. വീപ്പിംഗ് ബോയ് ശ്രീനിയേട്ടന് അതാണ് ഞാൻ പറഞ്ഞതല്ലേ. പക്ഷെ ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ശീലവും മോളിൽ നിന്ന് അങ്ങനെ പൊട്ടി ഇറങ്ങി വന്ന, അതുകൊണ്ട് എല്ലാവരും അതില് ഞാൻ ഒരു ഒറ്റ സീനില് 2 സീൻ ചെറിയ വേഷം അവിടെയുള്ള ഇപ്പൊ പ്രൊഡക്ഷൻ നടക്കുമ്പോൾ ചെറിയ ചെറിയ ആൾക്കാരുടെ കാര്യം വരെ അന്വേഷിക്കും. അവിടെ കട്ടഞ്ഞായി ഇട്ടിട്ടുണ്ട്. ആൾക്കാരുടെ ഒരു ധാരണ എന്ന് വെച്ചാൽ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഞാൻ കയറി അങ്ങ് നായികയായിട്ട് അങ്ങ് അഭിനയിക്കും എന്നൊക്കെയാണ്. അങ്ങനെയല്ല, ഞാൻ ചെയ്ത സിനിമയിൽ ഞാൻ ചെറിയ ജൂനിയർ ആർട്ടിസ്റ്റിന്റെ വേഷം ചെയ്താണ് ഞാൻ കയറി വന്നത്. അതാണ് വീപ്പിംഗ് ബോയിൽ ഞാൻ ചെയ്തത്. അവിടെ ഹീറോയിൻസ് വേറെ ഉണ്ട് ഇഷ്ടം പോലെ. ശ്രീനിയേട്ടന് ഹീറോയിൻ ഉണ്ട്, ലെനയായിരുന്നു, അങ്ങനെ വേറെ എല്ലാവർക്കും ഹീറോയിൻസ് ഉണ്ട് അതിനകത്ത്. പിന്നെ മംഗ്ലീഷിൽ പോയിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ചെറിയ ക്യാരക്ടർ ചെയ്തു മമ്മൂക്കയുടെ ഒപ്പം. പിന്നീടാണ് ഷീ ടാക്സിയിലും ഞാൻ നല്ലൊരു ക്യാരക്ടർ ചെയ്തു. അങ്ങനെ ഞാൻ പതിയെ പതിയെ പക്ഷെ രമ്യ ഒരു കാര്യം എന്റെ ചോദിക്കണം. അന്ന് മംഗ്ലീഷിൽ വന്നപ്പോഴും ഞാൻ റെസ്പെക്ട് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഈ കസേരയിൽ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ ആദ്യത്തെ പടത്തിൽ തന്നെ കട്ട് വിട്ടേനെ ആണല്ലേ. അത് എനിക്കറിയാം, സിനിമയിൽ നമ്മൾ അങ്ങനെ വന്നിട്ടുള്ള ആളാണ്. ആരാ നാളെ എന്താവും അറിയില്ല. ആരായിരിക്കും ഈ കസേരയിൽ ഇപ്പൊ ഇനി അടുത്തതോടെ ഇരിക്കാൻ പോണെന്ന് അറിയാൻ പറ്റില്ല. ആൾക്കാര് ചിന്തിക്കുന്ന, പക്ഷേ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഞാൻ കയറി ഏത് റോളും ചെയ്യുന്നു, അങ്ങനെ ചിന്തിക്കുവാണ്. അങ്ങനെ നമുക്ക് സിനിമ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. എനിക്ക് പറ്റുന്നതല്ലേ എനിക്ക് ചെയ്യാം, എനിക്ക് തരുന്നത് അല്ലേ, എനിക്ക് മാച്ചാവുന്നതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ സൗബിന്റെ പടത്തിൽ ഞാൻ ആക്ച്വലി ഉണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല. അതിൽ ഹീറോയിന് നമിത പ്രമോദാണ്. അപ്പം ഞാൻ പൈസ മുടക്കി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തേക്കും. നല്ല ബഡ്ജറ്റ് ഉള്ള പടമാണ് അത്. അപ്പൊ അതൊക്കെ എന്റെ ആൾക്കാർ കാണാതെ ചിന്തിക്കാത്ത എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ ഇത് ഒരു സിനിമക്ക് പറ്റിയൊരു എപ്പിസോഡല്ലേ പറഞ്ഞു. കാരണം ഇങ്ങനെ വന്നിട്ട് അവരെ തന്നെ കൂടെ നിർത്തി എന്നുള്ളത് നല്ലൊരു ഇത് തന്നെയാണ്. അവിടെ എന്തെങ്കിലും അത് ശ്രദ്ധിച്ചിട്ടുണ്ട്, കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്തത് കൊണ്ടാണ് കൂടെ തന്നെ ഞങ്ങൾ ആളെ കൂട്ടിയത്, നല്ലതായിട്ട് തോന്നിയത് കൊണ്ട്. റഹ്മാനൊക്കെ വേറെ കാര്യം ചെയ്യട്ടെ, കുറേ നാൾ ഇതുപോലെ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ഇങ്ങനെ ഇഷ്ടമൊക്കെ പിടിച്ചു പറ്റിയിട്ട് പിന്നെ അങ്ങ് കുറേ നാളത്തേക്ക് റഹ്മാനൊക്കെ ഉണ്ടായിരുന്നില്ല. അന്ന് കുറേ വന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ലാലേട്ടനും മമ്മൂക്കയൊക്കെ കൂടെ റഹ്മാനിക്കനെ ഇവ ഇൻഡസ്ട്രിയിൽ നിന്നും മാറ്റി നിർത്തി, അതാണ് പാര വെച്ചു ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അന്ന് കുറേ ഇത് സ്റ്റേറ്റ്മെന്റും ഒക്കെ വന്നപ്പോൾ അന്നും റഹ്മാനിക്ക വളരെ ബോൾഡായിട്ട് വന്നിട്ട് പറഞ്ഞു, എന്നെ ആരും ഒന്നും മാറ്റി നിർത്തിയതല്ല, എൻ്റെതായിട്ടുള്ള ഡിസിഷൻ കാരണം ഞാൻ മാറി നിൽക്കുന്നതാണ് എന്ന് റഹ്മാനിക്ക വന്നിട്ട് അത് ഫേസ് ചെയ്ത് പറയാനുണ്ടായിരുന്നു. അങ്ങനെ എത്രത്തോളം അങ്ങനെ അത്രയും ബോൾഡായിട്ട് വന്ന് ഇങ്ങനെ പറയാൻ പറ്റിയതും അതിന്റെ പിന്നീട് അതിന് ശേഷമൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു സാഹചര്യം അതൊന്ന് പറയാമോ? ബോൾഡ് ക്വസ്റ്റ്യൻ. എന്ത് സാഹചര്യം? ഞാൻ പറഞ്ഞത് അതാണ്. അങ്ങനെ ആരും, അതൊക്കെ വെറുതെ മീഡിയക്കാരൊക്കെ ഉണ്ടാക്കുന്ന ഒരു ടോക്കാണ്. അതൊന്നുമില്ല. ഞാൻ തമിഴില് പോയി, പുള്ളി തമിഴ് നല്ല കാശ് കിട്ടണോണ്ട് അങ്ങോട്ട് പോയത്. ഇവിടെ ഒരു മാസം കിട്ടുന്നത് അവിടെ ഒരാഴ്ച കൊണ്ട് കിട്ടും. അപ്പൊ പിന്നെ അതല്ലേ നല്ലത്. മാത്രമല്ല, ഞാൻ അവിടെ തമിഴ് സിനിമ ചെയ്യാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഓരോ പടങ്ങൾ ഇങ്ങനെ സക്സസ്ഫുൾ ആയി പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അവരുടെ കോർഡിനേഷനും അവരുടെ ഈ ലൈൻ ഓഫ് ഡേറ്റ്സ് എന്നൊക്കെ പറയുന്നത് വളരെ പ്ലാൻഡ് ആയിരിക്കും. 6 മാസങ്ങൾക്ക് മുമ്പോ അല്ലെങ്കിൽ 1 വർഷത്തേക്ക് മുമ്പ് തന്നെ ഡേറ്റ് ബ്ലോക്ക് ചെയ്ത് അഡ്വാൻസ് ഒക്കെ ബ്ലോക്ക് ചെയ്ത് കറക്റ്റ് ഷെഡ്യൂളിംഗ് ഒക്കെ നടക്കും. പക്ഷെ നമ്മള് മലയാളത്തിൽ കുഴപ്പം അന്നത്തെ സമയത്തൊക്കെ പെട്ടെന്നായിരിക്കും അടുത്ത മാസം ഡേറ്റ് വേണം അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഡേറ്റ് വേണം എന്നൊക്കെ പറഞ്ഞു വരും. സോ അങ്ങനെ ഒരുപാട് സിനിമകൾ ഞാൻ മിസ്സായിട്ടുണ്ട്. പാച്ചക്കട സിനിമ, അങ്ങനെയൊക്കെ 2-3 വലിയ സിനിമകളൊക്കെ ഞാൻ മിസ്സായിട്ടുണ്ട്. പിന്നെ ചിലർ അത് റഹ്മാൻ തമിഴിൽ പോയി ഒരുപാട് കാശ് ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ടോക്ക് ഉണ്ട്. അങ്ങനെ ഫേക്ക് ആയിട്ട് ഓരോന്നും വന്നു. ഓക്കെ, എന്നാലും ഇപ്പം ലാലേട്ടന്റെ കൂടെയും മമ്മൂക്കയുടെ കൂടെയൊക്കെ എത്ര നല്ല സിനിമകൾ ചെയ്തതാണ്. അവരുടെ കൂടെ ഒരുപാട് നല്ല സിനിമകൾ ചെയ്തൊക്കെ കഴിഞ്ഞപ്പോഴും അവരുടെ പേര് വെച്ച് ഇങ്ങനെ റഹ്മാനിക്കാൻ ശരിക്കും അതൊരു വിഷമം തോന്നിയില്ലേ? എന്തിന് അവരൊന്നും ചെയ്യാതെ വെറുതെ ഈ ഒരു വിവാദത്തിലേക്ക് ഒന്നും അറിയാത്ത അവരുടെ പേരാണ് വലിച്ചഴിച്ചുകൊണ്ട് വന്നത്. അപ്പൊ അത് കേൾക്കുമ്പോ ഒരു വിഷമം തോന്നുക. വിഷമമുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഓഫ്കോഴ്സ് ഇതൊക്കെ ഒരു പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ദ ബിസിനസ് അല്ലേ. ഒരു എൻഡ് ഓഫ് ദി ഡേ റഹ്മാൻ സാർ എപ്പോഴും എല്ലാ അമ്മയുടെ മീറ്റിംഗിൽ എത്താറുണ്ട്. ഇവർ ഒരുമിച്ച് തന്നെയാണ് ഇരിക്കാറുള്ളത്. ആണോ? അതിൽ തന്നെ നമുക്കറിയാം ഇവര് നല്ല ക്ലോസ് ആണ്, ഫ്രണ്ട്സ് ആണെന്നുള്ളത്. പിന്നെ എല്ലാ മീറ്റിംഗും വരാറുണ്ട്. ഞാൻ അങ്ങനെ 1-2 പേരാണ് സീനിയേഴ്സ്. മമ്മൂക്കയും ലാലും ഞാൻ എപ്പോഴും ഇടയ്ക്ക് മാസത്തിൽ ഒരിക്കലെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ട് ഫോണിൽ ബന്ധപ്പെടാറുണ്ട്. നമ്മൾ അങ്ങോട്ടും അല്ലെങ്കിൽ അവർ എന്നെ ഇങ്ങോട്ട് വിളിക്കും. അങ്ങനെ ഇതൊക്കെ അങ്ങനെ പോകും. പക്ഷെ അതാരും അറിയില്ല എന്നുള്ളൂ. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾ 3 പേര് റഹ്മാനൊക്കെ മിണ്ടരുത് കേട്ടോ. നിങ്ങളോട് 3 പേരുടെ ഒരു ടാസ്ക് ആണ്. റഹ്മാൻ എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മളെല്ലാവരും നമ്മൾ കുറെ സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിലും കുറെ നല്ല ഹിറ്റ് പാട്ടുകളും ഡാൻസും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. എന്റെ മനസ്സിൽ ഇപ്പോഴും ഫുൾ ഫിഗർ ഇങ്ങനെ നിൽക്കണ്ട, ഡാൻസ് ഒക്കെ സ്റ്റെപ്സ് ഒക്കെ. അപ്പൊ ഞാനൊരു 1, 2, 3 എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരും ഡിസ്കസ് ചെയ്യരുത്. നിങ്ങളുടെ ഓരോരുത്തരുടെ മനസ്സിലേക്ക് വരുന്ന പാട്ട് ഏതാന്ന് പറയണം റഹ്മാൻക്കയുടെ പേര് പറയുമ്പോൾ. ഓക്കെ, നോക്കട്ടെ എത്രത്തോളം 3 പേരും തമ്മിൽ ഒരേ പാട്ടിലാണോ വന്ന് വീഴണം നോക്കാം. റെഡി? 1, 2, 3 സ്റ്റാർട്ട്. അതന്നെ എല്ലാവർക്കും വരുള്ളൂ. എനിക്ക് പാട്ടല്ല വരുന്നത്.
ആടിവാക്കാറ്റോ ഞാനും ഒരു അല്ല, മധുര എനിക്ക് ഒരു മധുരക്കിനാണ് എനിക്ക് പാട്ടല്ല, ഞാൻ ഈ കോസ്റ്റ്യൂം ശ്രദ്ധിക്കണമുണ്ട്. ഞാൻ എന്നിട്ട് എനിക്ക് അന്ന് എന്റെ ഒരു കസിന്റെ പക്ഷെ അധികം പേര് ഐ തിങ്ക് കോളേജിലൊക്കെ അധികം പൂങ്കാറ്റ് ഇത്രയുള്ളൊരു ഡ്രസ് ഉണ്ട്, എന്നിട്ട് ഇത് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. അത് എന്റെ കസിൻ തയ്ച്ചിട്ട് എനിക്ക് തന്നിട്ടുണ്ട്. റഹ്മാൻ അങ്ങനത്തെ ഒരു ഡ്രസ് ഇടുമായിരുന്നു. അപ്പൊ കോസ്റ്റ്യൂമറാണ് ഞാൻ മെയിൻ ആയിട്ട്. അപ്പൊ അതുകൊണ്ട് കോസ്റ്റ്യൂം സെക്ഷൻ ആ ഒരു ഷർട്ട് അതാ ആ റഹ്മാനൊക്കെ ഇടുന്നോണ്ടാണ് അങ്ങനത്തെ ഒരു ഭംഗി. ഡ്രസ്സിങ്. അപ്പൊ എന്റെ കോയമ്പത്തൂരാണ് അവനുള്ളത്. അപ്പൊ അവൻ അങ്ങനെ തയ്പ്പിക്കാറുള്ളത് എന്റെ ഇത് കണ്ടിട്ട്. ആ സ്റ്റൈലില് എന്നിട്ട് അവനിട്ട് കഴിയുമ്പോ എനിക്കത് മേടിക്കാനുള്ള ഇത് അപ്പൊ അവൻ അത് എനിക്ക് തരും. അപ്പൊ അത് ഇട്ടിട്ട് നമ്മള് പോകുമ്പോ റഹ്മാന്റെ സ്റ്റൈലാണ്. എന്നിട്ട് കണ്ണാടി നോക്കിവിട്ട് ഏതാണ്ടൊക്കെ റഹ്മാൻ പോലെ തോന്നിയോ? ഏകദേശം അന്ന് മീശയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഒന്നും പറഞ്ഞില്ലേ, മീശ ഇല്ലാത്തൊരു നായകൻ. അത് മീശ വരാത്തതുകൊണ്ടായിരുന്നു. ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വെച്ചാൽ 16 വയസ്സുള്ള 17 വയസ്സുള്ള ഉണ്ടായിരുന്നു. അല്ല ഇദ്ദേഹത്തിന്റെ ഫസ്റ്റ് പടത്തിലുണ്ടായിരുന്നു ആ ചെറിയ പൂട. കൂടെ അത് നാച്ചുറൽ ലുക്ക് തന്നെയായിരുന്നു. ആ ഏജിന്റെ തന്നെ കറക്റ്റ് അങ്ങനെ ലുക്ക് തന്നെ കൊടുത്തോണ്ട്. സൈജു ഏത് പാട്ടാ പാടി? സൈജു ആടിവാകാറ്റെ പാടി. എനിക്ക് ഒരു മധുരക്കിനാവനാണ്. ഇന്നുമൊക്കെ ഇപ്പൊ സ്റ്റേജ് ഷോയിലൊക്കെ ഇവർ എപ്പോഴും പോകുമ്പോൾ നീലാണ്ടൊക്കെ ഇവരൊക്കെ സ്ഥിരം മസ്റ്റായിട്ട് പാടുന്ന ഒരു പാട്ടാണ് ഒരു മധുരക്കിൻ. ഇപ്പൊ നമ്മൾ ഓണത്തിന്റെ ഷൂട്ട് ചെയ്യുമ്പോഴും എന്തിലും എല്ലാരും പലരും വിചാരിക്കുന്നത് പൃഥ്വിരാജിന്റെ പടത്തിലെ പാട്ടാണെന്നാണ്. അത് റീമിക്സ് ചെയ്ത് കൊണ്ടുവന്നതല്ലേ ആ ഒരു പാട്ട്. അതിന്റെ പിന്നിലത്തെ ഓർമ്മകൾ അതൊന്ന് ഷെയർ ചെയ്യാമോ? ഇത്രയും ആൾക്കാരുടെ മനസ്സിൽ കോളേജിൽ ഏത് കോളേജിൽ പോയപ്പോ അല്ല ഗുരുവായൂരപ്പം കോളേജിൽ പോയപ്പോ അവിടെ പ്ലേ ചെയ്ത് എന്താ കേട്ടു വീഡിയോ ആ വീഡിയോ അതിന് അതൊരു ഷർട്ടൊക്കെ വരുന്നുണ്ട്. അപ്പൊ അവര് പറഞ്ഞു ഷർട്ട് വരുന്നു പറഞ്ഞു. അവിടെ അവര് പറഞ്ഞു ഓഫ് സ്ക്രീൻ ഒന്ന് കാണണം. അങ്ങനെ അത് പറ്റൂല അറിഞ്ഞു. അതിന്റെ പിന്നിലത്തെ നല്ല ഓർമ്മകളൊന്ന് പറയാം. അന്നത്തെ ആ സമയത്ത് ലൊക്കേഷനിലെ ഓർമ്മയില്ല അന്ന്. പക്ഷെ ഓർമ്മയില്ലാണ്ടൊന്നും പോവില്ല നമ്മള്. അല്ല ഇത്ര ഹിറ്റ് ആയിട്ടുള്ള ഒരു പാട്ടല്ലേ അത്. ഇന്നും ആൾക്കാർ അതെങ്ങനെ ഇത്രയും നല്ല ഇപ്പോഴത്തെ ജനറേഷൻ ശരിക്കും ഒരു നടൻ ഓർത്തിരിക്കുന്നതിന് പാട്ടുകൾ. ഇപ്പൊ ഞാൻ ഓർക്കുന്ന ചിലപ്പോ നമ്മൾ ആസ് എൻ ആക്ടർ എന്റെ കയ്യിൽ നിന്ന് ചില സാധനങ്ങളൊക്കെ ഞാൻ ഇടാറുണ്ട്. അപ്പൊ ഐ തിങ്ക് എവരിബഡി ഡസ് ദാറ്റ്. അപ്പൊ അന്ന് ആ ഒരു ഡാൻസ് എടുക്കുമ്പോൾ ആകെ ക്യാമറ വെച്ചിട്ട് ഇങ്ങനെ വന്ന് ചാടി എക്സൈറ്റ്മെന്റിൽ ഡാൻസ് ചെയ്യുന്ന തുള്ളികളി ഇത് ഇന്റർ കട്ട് ചെയ്യുന്ന പറഞ്ഞു ഷോപ്പിൽ ഞാൻ ഇട്ടുള്ള ഡാൻസ്. പക്ഷെ ഞാനാണ് അവന്റെ ഷർട്ട് ഊരി ആ മൂഡിൽ തന്നെ പാന്റ് ഊറിയതൊക്കെ. ഞാനന്ന് പിന്നെ ആ ഒരു മൈൻഡിൽ അങ്ങ് ചെയ്തു പോയതാ. ഓക്കെ, നമുക്ക് ആ പാട്ട് പാടിക്കൊണ്ട് നമുക്ക് ഈ ബാഡ് ബോയ്സിലെ പാട്ട് മറ്റേ പാട്ടല്ലേ? ഐ മീൻ നമുക്കിപ്പോ ഈ മധുരക്കിനാവൻ പാടിയൊന്ന് ഇതൊന്ന് നമുക്ക് മൈൻഡപ്പ് ചെയ്യാം. എല്ലാരും കൂടെ ചേർന്നൊന്ന് പാടാമോ? പാടാൻ പറ്റുന്ന പോലെയൊക്കെ പാട് റഹ്മാനിക്ക. ഞങ്ങളെല്ലാരും അതെ, നമ്മളെല്ലാരും ബാത്റൂം സിംഗേഴ്സ് ആണ്. രണ്ടുപേരും. കാരണം ഇതെന്താ പറയട്ടെ, ഇങ്ങനെ ഒരു മുഹൂർത്തം ദൈവം തന്നതിനാണ് നന്ദി പറയുന്നത്. കാരണം നമ്മള് സ്വപ്നത്തിൽ പോലും അല്ലെ സൈജു ആ പാട്ട് ആ ഹീറോന്റെ സൈഡിലിരുന്ന് നിയോഗവും നമ്മുടെ ഭാഗ്യമാണ്. എന്റെയും ഭാഗ്യമാണ് നമ്മുടെ കൂട്ടൊക്കെ എനിക്ക് വരയ്ക്കാൻ പറ്റിയത്. അപ്പൊ അത് നമ്മൾ എൻജോയ് ചെയ്യുന്നതാണ്, അല്ലാണ്ട് നമ്മൾ പാടി വെറുപ്പിക്കുന്നതല്ല കേട്ടോ. സൈജു പാടിക്കോളൂ, തുടങ്ങി ഞാൻ തുടങ്ങാം. ഒരു അതിലായിരമാശകളാലൊരു പൊന്മഴവേയും തേൻവണ്ടു ഞാൻ മലരേ തേൻവണ്ടു ഞാൻ. ഇതുപോലൊരു പാട്ടും കൂടി ഉണ്ട്, ഡിസ്കോ ഡിസ്കോ. അത് ഈ പടത്തിലുണ്ട്. ശരിയാ, ഡിസ്കോ ഡിസ്കോ ഇതൊക്കെ കണ്ടോ ഡാൻസ്. അല്ല നമ്മളൊക്കെ ഡാൻസിലാണ് ആദ്യം തന്നെ, കരാട്ടെ ഡാൻസുമാണ്. അതിൽ 2 ആൾക്കാർ ഇതിന്റെ അകത്തുണ്ട്. ഒന്ന് ബാബു അന്നി. ഫൈറ്റ് എന്ന് പറയുമ്പോ അപ്പൊ നമുക്ക് ബ്രൂസ്ലി കഴിഞ്ഞ ബ്രൂസ്ലിനെ കിട്ടൂല. നമുക്ക് നാട്ടിൽ കിട്ടണമെങ്കിൽ ബാബു അന്നിയാണ് നമ്മുടെ ബ്രൂസ്ലി. ഇപ്പൊ പ്രണയത്തിൽ പോകുമ്പോ ഉടനെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ഷോ ആണല്ലോ പ്രണയമാണ്. അപ്പൊ ഇത് രണ്ടും നമുക്ക് ഇതിനകത്ത് കിട്ടി എല്ലാം ഇത് തന്നെ. അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമാണ്. ഇവര് 3 പേരും നമ്മുടെ മൈൽ സ്റ്റോണിന്റെ ഫാമിലി മെമ്പേഴ്സ് ആണ് കേട്ടോ. ഞങ്ങൾക്ക് മൈൽ സ്റ്റോണിന്റെ എന്ത് ആവശ്യം വന്നാലും എപ്പോ വേണേലും ഞങ്ങൾക്ക് പോയി എപ്പോ വേണേലും ഹെഡ് ചെയ്യാൻ പറ്റുന്ന ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആയിരുന്നു ഇവർ 3 പേരും. അപ്പൊ ഇക്കൂടെ നമ്മുടെ റഹ്മാനിക്കാൻ കൂടെ കേറിയിരിക്കുകയാണ് 4ാമത് ഒരാള്. രമ്യ വന്നപ്പോ കൈനീട്ടം എനിക്ക് തന്നു, വിഷു കൈനീട്ടം അല്ലേ? അന്ന് എന്നോട് പറഞ്ഞ രമ്യ എന്റെ കൈനീട്ടം നല്ലതാണെങ്കിൽ രമ്യക്ക് ഞാൻ അതിന്റെ തരും. തന്നില്ലല്ലോ. എപ്പോ? അപ്പൊ ഇപ്രാവശ്യം ഓണത്തിന് വരട്ടെ, ഓണസമ്മാനായിട്ട് വരട്ടെ. കൈനീട്ടം തരാൻ പറയാറുണ്ട്. നമ്മൾ ഈ ഫാമിലി മെമ്പേഴ്സിനൊക്കെ നമ്മുടെ ഇതുപോലത്തെ സ്പെഷ്യൽ ഒക്കേഷൻസ് വരുമ്പോ നമ്മൾ അവരുടെ വീട്ടിലേക്ക് ചെല്ലും. വീട്ടിലേക്ക് പോയിട്ട് വിഷുവിന് നമ്മൾ പോയിട്ട് വിഷു കൈനീട്ടം കൊടുക്കുക, തന്നോണ്ടിരിക്കും. ഇപ്പൊ നമ്മൾ ഓണത്തിന് വരിക, ഓണത്തിന് വന്നിട്ട് വിഷുവിന് എല്ലാവർക്കും വിഷു കൈനീട്ടം കൊടുത്തു, സ്വീറ്റ് കൊടുത്തു, വിഷുക്കോടി കൊടുത്തു. ഇപ്പൊ ഓണത്തിന് ഓണക്കോടി ഓണസമ്മാനമൊക്കെ ആയിട്ട് ഞങ്ങൾ വരും നിങ്ങളുടെ അടുത്തേക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ബാഡ് ബോയ്സ് ഇനി തിയേറ്ററിൽ കാണാം.
അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഭരതനാട്യം ഇനി സൈജു അതും നല്ല ഓണൊക്കെ വരുമ്പോഴത്തേക്ക് അതും ഇതും കൂടെ ഒക്കെ ഒപ്പം കടന്ന് മത്സരമായിരിക്കും. സൈജു പ്രൊഡ്യൂസർ സൈഡിലും ആക്ടർ സൈഡിലും നിന്നിട്ട് ഇങ്ങനെ നിൽക്കും. അതിനിടയിൽ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ നിങ്ങളുടെ ഇടയിലും അല്ലേ? എന്തായാലും ബാഡ് ബോയ്സ് നല്ല രീതിയിൽ തന്നെ ഈ പറയുന്ന പോലെ കമേഴ്ഷ്യൽ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആവട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.